السلام عليكم ورحمة الله. ഹയ്യാക്കുമുല്ലാ വബയ്യാക്കും വമർഹബൻ ബിക്കും. നമ്മളെ കൂടെ ഫൗസാൻക്കുണ്ട്. ഫൗസാൻക്കൊക്കെ മൈക്കാം. പിന്നെ ഫൗസാൻക്കാ, നമ്മൾ പറയാൻ വിചാരിച്ച വിഷയം എന്തായിരുന്നു? അഥവാ നിങ്ങളെ ഷെയ്ഖ് ജാറുല്ലാൻ്റെ അടുത്ത് പോയ അനുഭവങ്ങൾ. ഇതിപ്പോൾ എല്ലാവർക്കും ഈ വിഷയങ്ങൾക്ക് അത്രത്തോളം താല്പര്യം ഉണ്ടായില്ല. എന്നാലും ഖുർആൻ എന്താണ് റിലേറ്റഡ്, ഖുർആൻ കുറച്ച് സീരിയസ് ആയിട്ട് ഇപ്പോൾ ഖിറാഅത്ത്, ഖുർആനല്ല തജ്വീദും ഖിറാഅത്ത് ഒക്കെ പഠിക്കണം സീരിയസ് ആയിട്ട് തന്നെ. അതിൽ ആ മേഖലയിൽ ഒരു ഏറ്റവും ഒരു എന്താണ് ആ മേഖലയുടെ ഒരു എക്സൽ ചെയ്യണമെന്ന്, അങ്ങേറ്റത്ത് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. എല്ലാവർക്കും ഇതത്ര യോജിച്ചോണമെന്നില്ല. ഞാൻ പിന്നെ അന്ന് ഇങ്ങനെ കുറേ മൂപ്പരെ പരിചയപ്പെട്ടപ്പോൾ 3 പ്രാവശ്യം മൂപ്പരെ പോയി കണ്ടിരുന്നു. ലാസ്റ്റ് തവണ മൂപ്പരെ ഇങ്ങോട്ട് ക്ഷണിച്ചതാ. മക്കാലിൻ്റെ വണ്ടിയൊക്കെ അയച്ചു തന്നിട്ട് എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഒരു യതദാറസൂനഹു ബൈനഹും എന്ന് പറഞ്ഞിട്ട് ആഴ്ചയിൽ നടക്കുന്നൊരു പ്രോഗ്രാമുണ്ട്. മൂപ്പരും ഒരു 10-15 ആളും ഉണ്ടാവുള്ളൂ. ഒരു ബോർഡ് റൂം പോലത്തെ ഒരു സ്ഥലത്ത് വീഡിയോയിലൊക്കെ വരുന്ന ചില ഭാഗങ്ങളൊക്കെ അവിടെ നടക്കുന്ന ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന ചില സംഗതികളാണ്. അപ്പോൾ അത് ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇതായിരിക്കും. പ്രസിദ്ധരായ പണ്ഡിതന്മാർ മാത്രമേ അത് ഹാൻഡിൽ ചെയ്യുള്ളൂ. ഇപ്പോൾ ഷെയ്ഖ് ജാറുല്ല, ഷെയ്ഖ് നബീൽ ജൗഹരി, പിന്നെ മക്കാരിയിലെ തന്നെ ഉസ്താദ്മാരൊക്കെയാണത്. ഡീപ്പായിരിക്കും ഓരോ വിഷയങ്ങളും. ഒരു വിഷയം മാത്രം എടുത്തിട്ട്. അപ്പോൾ നമ്മളന്ന് പോയപ്പോൾ ഒന്ന് ആദാബു ഹമലത്തുൽ ഖുർആനിൻ്റെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ, കിതാബിൻ്റെ അല്ല, ആ വിഷയത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ അതിൻ്റെ കുറേ സംഗതികൾ, തഫ്സീർ കാര്യങ്ങൾ, പിന്നെ ഫാത്തിഹയിലെ ആശയം, എന്നിട്ട് പിന്നെ ഫാത്തിഹ ഓതി നമ്മളെ കൊണ്ട് ഓതിപ്പിച്ച്, നമ്മളൊക്കെ 2 ആയത്ത് ഇത് ഓതി. അപ്പോൾ എന്നിട്ട് അതിൻ്റെ തെറ്റുകൾ മുമ്പ് തിരുത്തി തന്നു. അപ്പോൾ ഈ മക്കാരീൻ്റെയും ഷെയ്ഖിൻ്റെയൊക്കെ ഒരു ഓത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ തഫ്സീരിയായ തദബ്ബുരിയായ ഒരു ഓത്തായിരിക്കും. അത് സത്യം പറഞ്ഞാൽ അത് മൂപ്പര് ഇപ്പോൾ അൽഹംദു നമ്മൾ ഓതുമ്പോൾ തന്നെ മൂപ്പര് തിരുത്തി തരാൻ വെറും തജ്വീദ് മാത്രമല്ല, അൽഹംദിൻ്റെ ആ മാന മൊത്തം നമ്മളെ മനസ്സിലേക്ക് വരണം എന്ന് മൂപ്പര് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് എന്നിട്ട് ഓതാൻ പറയും, ഇങ്ങനെ ഓതാൻ പറയും. അതുപോലെ ഇയ്യാക നഅ്ബുദു, അപ്പോൾ അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ള. അപ്പോൾ ഇയ്യാക ഓതേണ്ടത് എങ്ങനെയാണ്, അങ്ങനെ കുറേ സാധനങ്ങൾ മൂപ്പരെടുത്ത്. മൂപ്പര് പിന്നെ ഈ പറഞ്ഞ പോലെ ഷെയ്ഖ് അബ്ദുള്ള അൽ ജാറുല്ല, പിന്നെ എന്താണ് ഈ വിഷയത്തിൽ ഏറ്റവും ടോപ്പ് മനുഷ്യനാണ്. റിയാദിലാണ് സ്വദേശം. എനിക്ക് തോന്നുന്നു 1997 മൂപ്പര് മദീനയിലേക്ക് മാറുന്നത്. മദീനയിൽ മദീനയിലാണ് 2000 മുതൽ മൂപ്പര് മസ്ജിദ് നബവിയിലെ എന്നാണ് മൂപ്പരെ കുറിച്ചുള്ള വിവരങ്ങൾ. മൂപ്പര് 2-3 ശിഷ്യന്മാരെ കണ്ടിരുന്നു. ഡോക്ടറാണ്, മൂപ്പര് മെഡിക്കൽ ഡോക്ടറാണത്. നമ്മൾ ഈ നാട്ടിൽ പൊതുവെ ഞാൻ ഈ ഖുറാൻ്റെ സ്കൂൾ ഓഫ് ഖുറാൻ, അങ്ങനെ ജാമ്യയുടെ ഖുറാൻ ഇതിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ പൊതുവെ ഈ ആളുകളോട് ഉദാഹരണം പറയുമ്പം നാട്ടിൽ നിന്ന് നമ്മൾ കേട്ട് പരിചയം വെച്ച് പറഞ്ഞിരുന്നൊരു ഉദാഹരണമാണ് മദീനയിലെ ഏറ്റവും വലിയ പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുള്ള ജാറുല്ല ഒരേ സമയം മൂപ്പര് ഒരു മെഡിക്കൽ ഡോക്ടറുമാണ്, അതേസമയം മസ്ജിദ് നബവിയിലെ ഖുർആൻ്റെ മുദരീസാണ്. മൂപ്പര് റിയാദിൽ നിന്ന് തന്നെ, അതായത് മൂപ്പര് മെഡിസിനിൽ മൂപ്പർക്ക് പി ജി ആണ് തോന്നുന്നു. ഡിഗ്രി മാത്രമല്ല, അതിൽ PG ഉണ്ട്, ഫാമിലി മെഡിസിൻ എന്തോആണ്. അതുപോലെ തന്നെ മൂപ്പര് ജാമിയത്തുൽ ഇമാമിൽ കുല്ലിയത്തു ശരീഅന്ന് മുത്തഖരിജാണ്. കുല്ലിയത്തു ശരീഅയിൽ മൂപ്പർക്ക് ഡിഗ്രി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പർക്കുള്ള ബാക്കി 2, അതായത് PGയും ഡോക്ടറേറ്റും ഉലൂമുൽ ഖുർആനിലാണ്. ഇതിൽ PG ഡോക്ടറേറ്റ് ആണ്. അത് എവിടെ നടത്തുന്നത് എനിക്ക് ഓർമ്മയില്ല, മദീനയിൽ പഠിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഡോക്ടറാണ്, ഫിസിഷ്യനാണ്, മറ്റേ ഡോക്ടറേറ്റ് ആണ്. 2 ഡോക്ടറാണ്. ഡൗട്ട് അടിക്കണ്ടല്ലോ, രണ്ടുണ്ട്. അത് മൂപ്പര് ശിഷ്യന്മാർ പറയണ വെച്ചാൽ ചിലപ്പോൾ മൂപ്പരുടെ അടുത്ത് ഓതുന്ന വെച്ചാൽ ഒരു ദിവസം 1 ആയത്ത് 2 ആയത്തൊക്കെ മൂപ്പര് കേൾക്കുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ നമ്മളന്ന് ഓതിയപ്പോൾ തന്നെ ഭയങ്കര പതുക്കെ മൂപ്പര് ഓതാൻ പറയാം. ഈ മക്കാരീൻ്റെ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം ആ മഹ്റജു ഇതൊക്കെ, ആ ഒരു നല്ല സാവധാനം ആണ് ഓതുന്നത്. കാരണം അതൊരു പിന്നെ ഉസ്താദിന് ഓതി കൊടുക്കുന്ന ഓത്താണല്ലോ, അല്ലാത്ത ഓത്തല്ലല്ലോ. അപ്പോൾ ഓരോന്നും പരമാവധി ശരിയാക്കി ഓരോ അക്ഷരവും ശരിയാക്കിയിട്ടാണ്. അപ്പം
മൂപ്പര് ചിലപ്പോൾ ഈ ഓത്തിന് നമ്മൾ വിളിക്കുന്ന മൂപ്പര് ശിഷ്യനായിക്കഴിഞ്ഞാൽ, ശിഷ്യനാവാന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. ഞങ്ങൾക്ക് ഹർമന്ന് കണ്ടപ്പോ ആ ഇങ്ങനെ ആദ്യമായിട്ട് കാണണേ, നേരിട്ട് കാണണം. അപ്പോൾ സംസാരിച്ച് ഇജാസ് വന്നാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. ഇതാറില്ലാന്നേ. അപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് ഇജാസ് ഒന്നുമില്ല, ഭയങ്കര പിന്നെ അപ്പം പറഞ്ഞു. പക്ഷെ മൂപ്പര് ഈ പുറമെ ഇപ്പോൾ നമ്മൾ ഹറമെന്ന് പോയപ്പോഴൊക്കെ മൂപ്പര് ഭയങ്കര സിമ്പിൾ മനുഷ്യനാണ്. നമ്മുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ നമ്മൾ കേരളത്തിലെ ഖുർആൻ ഇതിനൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ. പക്ഷെ മൂപ്പര് സ്ഥാപനത്തിലെത്തി ശിഷ്യന്മാരുടെ മൂപ്പര് മുഖം വേറെയാണ്. അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മൾ സ്ഥാപനത്തിൽ പോയപ്പോൾ തന്നെ അവിടെ മൂപ്പര് ആ സ്ഥാപനത്തിൻ്റെ പദവി എന്താ എനിക്കറിയില്ല, അതിൻ്റെ ഏറ്റവും മെയിൻ ആളാണല്ലോ കാര്യൻ്റെ. മൂപ്പര് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആളുകളോടൊക്കെ ഇടപെടുന്ന രീതി വേറെയാണ്. അവിടെ കാര്യം നടക്കുക എന്നുള്ള ആ ഒരു സിസ്റ്റം മൂപ്പര് കൊണ്ടുപോകണം. അതുകൊണ്ടായിരിക്കും അങ്ങനെ നടക്കുന്നത്. അപ്പം മൂപ്പര് ശിഷ്യന്മാരൊക്കെ പറഞ്ഞാൽ ചിലപ്പോഴും മൂപ്പര് വിളിക്കുക, ഓതാൻ വിളിക്കുക, ചിലപ്പോൾ രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും. എപ്പോഴും റെഡി ആയിരിക്കണം, എപ്പോഴും റെഡി ആയിരിക്കണം. കാരണം പൂർണ്ണമായി ഇജ് പറഞ്ഞ പോലെ മൂപ്പരടുത്ത് ഓതാന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്നും മൂപ്പര് ശിഷ്യരായി സ്വീകരിച്ചു കൊള്ളണം എന്നില്ല. തീരെ സ്വീകരിക്കില്ല എന്നല്ല, പക്ഷെ മൂപ്പര് നമ്മൾ പോയപ്പോൾ നമ്മളോട് നേരിട്ട് പറഞ്ഞതാണ് ഒരു 4-5 വർഷം പൂർണ്ണമായി ഫുൾ. അതും മൂപ്പർക്ക് എന്ന് വെച്ചാൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയോ ആണെന്ന് മൂപ്പർക്ക് ബോധ്യപ്പെട്ടാൽ മൂപ്പര് അടുക്കൂല. മൂപ്പര് ഈ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഇജാസുകൾ ഉസ്താദിന്റെ അടുത്ത് കൂടുതൽ ഫായിദകൾ എടുക്കാൻ വേണ്ടി സംസാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരും ഇജാസുകൾ ഇങ്ങനെ. ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഹദീസിലും ഖുറാനിലൊക്കെ ഇജാസുകൾ ഇങ്ങനെ കൊടുക്കുന്നൊരു സംസ്കാരം ഉണ്ടല്ലോ, അതിനോട് മൂപ്പർക്ക് തീരെ എന്താണ് അതിലെന്താ കളങ്കമില്ലാതെ എടുക്കാന്നുള്ളതാണല്ലോ. അപ്പോൾ പൂർണ്ണമായിട്ട് അതിന് തഫറുകായി അതിന് മാത്രം ഇരിക്കണം. പിന്നെ മൂപ്പര് എപ്പോഴും വിളിച്ചാലും വരാൻ റെഡി ആയിരിക്കണം. നമ്മൾ ഈ മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊന്നും മൂപ്പര് എടുക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർക്ക് എക്സാം വരുമ്പോൾ അവരെ പഠന സമയം ഇതൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ മൂപ്പര് വിളിക്കുന്നത് ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്കായിരിക്കും. അപ്പോൾ പോയി ഓതി കൊടുക്കണം, അവിടെ പോയി ഓതി കൊടുക്കേണ്ടി വരും ചിലപ്പം. പിന്നെ മൂപ്പര് ഒരു ഷെയ്ഖ് ഇബ്രാഹിം അൽ-ഖദറിന്റെ ശിഷ്യനാണല്ലേ. ഷെയ്ഖ് ഇബ്രാഹിം ഒരുപാട് ആളുകൾ ഇപ്പോൾ മിസറിൽ മൂപ്പര് പഠിച്ചിട്ടുണ്ട്. മിസറിൽ ഷെയ്ഖ് അഹമ്മദ് സയ്യാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഖാരി അബ്ദുൽ ബാസിത്തിൻ്റെ ഒക്കെ മൂപ്പര് ഉസ്താദാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അല്ലെങ്കിൽ സമകാലികനാണ്. അതുപോലെ ഖിറാഅത്തിൻ്റെ അറിയപ്പെട്ട ഷെയ്ഖ് സമന്നൂദി, അതെ. അതുപോലെ ഷെയ്ഖ് സമന്നൂദി ഉണ്ട്, തുഹ്ഫത്തു സമന്നൂദിയ എന്ന് പറഞ്ഞിട്ട് തജ്വീദിലൊരു നളുമുണ്ട്. അദ്ദേഹം ഒരു പിന്നെ സലഫിയല്ല, പിന്നെ പക്ഷേ അദ്ദേഹം എനിക്ക് തോന്നുന്നുണ്ട് അബ്ദുൽ ബാസിത്തിൻ്റെ ഉസ്താദാണ്. അത് അന്നത്തെ മിസറിൽ മാത്രമല്ല ലോകത്ത് ഖിറാഅത്തിൽ ഏറ്റവും അറിയപ്പെട്ട 3-4 ആളുണ്ട്. അവരുടെയൊക്കെ ശിഷ്യനാണ് ഷെയ്ഖ് അബ്ദുൽ. പിന്നെ ഇബ്രാഹിം അഖ്ദർ ഷെയ്ഖ് ഖുറ ഫിൽ മസ്ജിദ് നബി എന്നറിയപ്പെടുന്ന ആളാണല്ലോ ഇബ്രാഹിം അൽ അഖ്ദർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് 10 വർഷം എടുത്തിട്ടാണ് അശ്വർ ഖിറാഅത്ത് പൂർത്തിയാക്കുന്നത്. അത് ആദ്യത്തെ 5 വർഷം കൊണ്ട് ഹഫ്സ് മാത്രം, റിവായത്ത് ഹഫ്സാൻ ആസിം. പിന്നെ ഷുഅബ് ഉണ്ടോയെന്ന് അറിയില്ല, ഹഫ്സ് ഞാൻ വായിച്ചത്. പിന്നെ സിസ്റ്റത്തിലാണ് ഷുഅബ് ഹഫ്സ് ഉള്ളത്, 5 വർഷം കൊണ്ട് രണ്ടും കൂടി പഠിക്കുക എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ബാക്കി 5 വർഷം കൊണ്ടാണ് മൂപ്പര് ബാക്കി ഖിറാഅത്ത് പൂർത്തിയാക്കിയത്. പിന്നെ ഷെയ്ഖ് യാസിർ ദൂസരി മൂപ്പര ഇജാസ എടുത്തിട്ട് തോന്നുന്നു, അല്ലാഹു അല അറിയില്ല, അങ്ങനെ നെറ്റിൽ വായിച്ചതാ. പിന്നെ പറഞ്ഞാൽ മൂപ്പരുടെ അടുത്ത് അങ്ങനെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഇതാണ്. പിന്നെ അത്ര താല്പര്യമുള്ളവർ മാത്രമേ അവർക്കേ ചേരാനും പറ്റുള്ളൂ. കാരണം അത്ര ഒരു കാരണം നമ്മളെ ചിലപ്പോൾ നമ്മളെ ഈ ഒരു സബർന്ന് അതല്ല നമ്മളൊരു പഠന സിസ്റ്റത്തിലേ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര ഞാൻ അതിനു വേണ്ടി ജീവിതം ഇതാക്കാൻ നിന്നാലേ, കാരണം ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ വേറെ പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വിദ്യാർത്ഥി വരുമ്പോൾ മറ്റു പഠനങ്ങളുണ്ടാവല്ലോ, ഡിഗ്രി PG, ആ ഒരു കാലഘട്ടത്തിലെ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ പഠനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റേതായൊരു റിസ്ക് അപ്പുറത്തുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ അങ്ങനെ വന്ന് പഠിച്ചവരുണ്ട്. ഇപ്പം UK മൂപ്പര് ഷെയ്ഖ് മൂസ എന്ന് പറയും, മൂപ്പര് പറഞ്ഞു ഇതുപോലെ വന്ന് പഠിച്ചു. ഇപ്പോൾ UK മക്കാരിൻ്റെ ഒരു ഫറാഗ് പോലെ തുടങ്ങി. UK ഇപ്പോൾ കുട്ടികൾ വരുന്നുണ്ട്. അതെ ഗ്രൂപ്പിലിട്ട വീഡിയോ എന്നിട്ട് ഇപ്പം നമ്മൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വരണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ആകെ രണ്ട് പേര്, അതായത് സ്ത്രീകളാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പം മക്കാരിയിൽ ഓതാനായിട്ട്. സത്യം പറഞ്ഞാൽ മക്കാരിയിൽ സ്ത്രീകൾക്കില്ല, പക്ഷേ അപൂർവമായിട്ട് ഇങ്ങനെ വരുന്നവരൊക്കെ ചിലപ്പം അവിടുത്തെ ഉസ്താദന്മാരുണ്ട്.
അവർ ഷെയ്ഖന്മാരുണ്ട്, അവർ ഓതിപ്പിക്കും. അപ്പോൾ 2 ആളുകൾ UK വഴിയാണ് വരുന്നത്. ഇന്ത്യയിൽ നിന്ന് ഉള്ള 2 ആളുകൾ ഷെയ്ഖ് മൂസൻ്റെ മൂപ്പര് ശിഷ്യന് ഷെയ്ഖ് മൂസ വഴി UK മക്കാരിൻ്റെ ഇത് വഴിയാണ് ഇപ്പം ഓതാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അടുത്ത് വരുമെന്ന് പറഞ്ഞു. അതുപോലെ ഫിലിപ്പീൻസിൽ, ഇന്തോനേഷ്യയിലുണ്ട്. ഇന്തോനേഷ്യക്കാർ ഞങ്ങൾ ഫസ്റ്റ് മക്കാരിയിൽ പോകുന്ന പ്രോഗ്രാം ഇതുമായി ബന്ധപ്പെട്ട ഭയങ്കര കുട്ടികളൊക്കെ അവിടെ ഓൾറെഡി ഞങ്ങൾ ഫസ്റ്റ് മക്കാരിയിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിലെ 4ാമത്തെ ബാച്ചിൻ്റെ ക്ലോസിങ് സെറമണിക്കാണ് പോകണം. 4 ബാച്ചുകൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയെന്നുള്ളത് അത് അത്രയും അവർ ചെയ്യുന്നുണ്ടല്ലോ. മക്കാരിയിൽ വന്ന് ഷെയ്ഖിൻ്റെ അടുത്ത് തന്നെ ഇത് പറ്റിക്കൊള്ളുന്നില്ല, പക്ഷേ മക്കാരിയിലെ ബാക്കി ഉസ്താദുമാരെടുത്താണല്ലോ ഒരു ഊത. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അത്ര ഇതുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ അങ്ങനെ ഒരാൾ നമുക്ക് വേറെ പരിചയമില്ല. ഏകദേശം 10 മിനിറ്റായി. ഇനി നമുക്ക് ഖുർആനുമായി ബന്ധപ്പെട്ടും മറ്റു കുറേ വിഷയങ്ങൾ നമുക്ക് ഇതേമാതിരി ടൈം ഇട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.